തൃശ്ശൂർ പൂരം എന്താ. അപ്പോൾ ഇവിടെ മലയാളികൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വാലിയുടെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ബ്രോ എന്ത് തിന്നാന്ന് എന്താ വാട്ട് ഈസ് ബ്രോ? മോപ്പ് സെഷനോ? ഓ വഴി വൻ മോശമായുണ്ട്. ഞാൻ കാട്ടാളിന്റെ കൂടെ കയറി സൈഡിലാണ് നിൽക്കണേ. തിന്നിത്തേക്കല് കയറി അയ്യോ അയ്യോ തന്നടാ. അപ്പോൾ ഞങ്ങൾ അതായത് നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലായ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു പ്ലേസിലാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ അടിച്ചത്. അപ്പം അതിൻ്റെ അകത്ത് റൂമല്ലേ കിട്ടി നമുക്ക് ഇന്നലെ. ഒരു സ്റ്റേഡിയം, ഒരു വോളിബോൾ കളിക്കുന്ന ഒരു സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തിനകത്ത് നമുക്കൊരു സ്പേസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ടെൻറ്റ്. അപ്പം നമ്മുടെ ജൂബിലേട്ടൻ ഇന്നലെ സംസാരിച്ച് കാറ്റഗറിയായിട്ട് സംസാരിച്ച് സെറ്റ് ചെയ്തേ. ജൂബിലേട്ടൻ ഈ ഒരു ഏരിയയിലായിട്ട് ജൂബിലേട്ടൻ നേരത്തെ പഠിക്കുകയൊക്കെ ചെയ്ത് പുള്ളിയുടെ ആ ഒരു സ്കൂളിംഗ് ഒക്കെ നടന്ന ഈ ഒരു ഏരിയയിലാണ്. അപ്പം തൊട്ടപ്പുറമുള്ള പെസാമ വില്ലേജ് എന്ന് പറയുന്ന വില്ലേജിലാണ് അപ്പോൾ പഠിച്ചത്. അപ്പോൾ പുള്ളിക്ക് ഇവിടെ ചെറിയ കണക്ഷൻ ഉണ്ട്. പുള്ളി അപ്പനും അമ്മയൊക്കെ സാറൊക്കെ ആയതുകൊണ്ട് ഇവിടെ കുറച്ച് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം കിട്ടിയത്. അപ്പം ഇതാണ് ആ ഒരു വില്ലേജ്, കിസാമ വില്ലേജ്. ഈ ഒരു വില്ലേജ് ശരിക്കും ഒരു ഉണ്ടാക്കിയെടുത്ത വില്ലേജാണ്. അതായത് ഹോൺബിൽ ഫെസ്റ്റിവലിന് വേണ്ടി മാത്രമായിട്ടല്ലേ. ഇത് കണ്ടോ കുറേ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ള സംഭവമില്ലേ ഈ അവരുടെ ആ ട്രൈബ്സിന്റെ ഓരോ വരച്ച ഈ ഒരു ഏരിയയിലാണ് ഇവിടെ റെസ്ലിംഗ് നടക്കുന്നത്. ഈ റെസ്ലിംഗ് ആണ്. പിന്നെ ഈ ഒരു വില്ലേജിന്റെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ എന്തായാലും മഞ്ഞുണ്ട് ഫുൾ ആയിട്ടല്ലേ. വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ ശരിക്കും നവംബറിലാണ് നടക്കണേ. പിന്നെ അതുപോലെ നമ്മളിന്ന് പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? നമ്മളിന്ന് സുക്വാലിയാണ് പോകാൻ പോകുന്നത്. ഫുള്ള് നമ്മൾ പോകുന്ന വഴി ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇങ്ങനെ നമ്മുടെ ചുറ്റും ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇപ്പോൾ സീസൺ ഏകദേശം ഓവറുണ്ട്. ഇപ്പം പോയി കഴിഞ്ഞാൽ അത്ര വലിയ സെറ്റപ്പായിട്ട് കാണാൻ പറ്റില്ല. എന്നാലും നമ്മളിവിടെ വന്നിട്ട് നമുക്ക് കാണാതെ പോകണം കൊണ്ട് പോകുന്നത്. നമുക്ക് അങ്ങോട്ട് ട്രക്കിംഗ് ഇല്ലേ? ട്രക്കിംഗ് ഉണ്ട്. ഒരു 3 മണിക്കൂറാണ് പറയുന്നത്. അത്യാവശ്യം ഇവിടുത്തെ ലോക്കൽ അവർക്കൊക്കെ ഒരു 1.5 മണിക്കൂറൊക്കെ മതി. നമുക്ക് അത്ര ഒന്നുമില്ല. നമുക്ക് 3 മണിക്കൂറൊക്കെ നമ്മൾ പതിയെ കയറി പോകും. പിന്നെ ഇൻസർജൻസിൻ്റെ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ഗൈഡിനെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഇവിടെ ലോക്കലുള്ള ഒരാളല്ലേ. അപ്പം നമ്മൾ ഇവിടുന്ന് എന്തൊക്കെ കൊണ്ടുപോകണം ഈ തവണ? നമ്മളിപ്പോൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇന്നലെ മാഗിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കാരണം അവിടെ പോയി കുക്ക് ചെയ്യണമൊക്കെ നമുക്ക് ഇച്ചിരി പാടായുണ്ട്. നമുക്ക് അവിടെ സാധനം വാടകയ്ക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ചിക്കൻ കറി വൈകുന്നേരം ഉണ്ടാക്കി വെച്ചു. ചിക്കൻ കറി ഉണ്ടായിച്ചല്ലേ. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് അത്ര ഗ്യാസിൽ അങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ചെറിയ ക്യാനായതുകൊണ്ട് അത് കൊണ്ടുപോകാം, ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറ്റേ അവരുടെ വലിയ കുറ്റി നമുക്ക് കൊണ്ടുപോകാൻ പാടാണ്. നമുക്ക് പിന്നെ നമ്മൾ ടെൻറ്റ് കൊണ്ടുപോകുന്നുണ്ട് ഇത്തവണ. ടെൻറ്റ് കൊണ്ടുപോകുന്നില്ല. ടെൻറ്റ് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ടെൻറ്റ് അടിക്കുന്നതിന് അവിടെ ഒരു 400 രൂപ നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും. 400 ഒരു ടെൻറ്റ് 400 രൂപ വരും. അത് ടെൻറ്റ് അവർ തരില്ല. നമ്മുടെ ടെൻറ്റ് തന്നെ കൊണ്ടിട്ട് ടെൻറ്റ് അടിക്കുന്ന സ്പേസും മാത്രമാണ് 400 രൂപ മേടിക്കുന്നത്. പക്ഷേ അവിടെ ഡോർമെട്രി അവൈലബിൾ ആണ് ഞങ്ങൾ കിട്ടും. അതായത് ആൾക്കൊന്ന് 100 രൂപ വെച്ച് ഡോർമെട്രി കിട്ടും. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് എന്ത് നോക്കിയിട്ടും ലാഭം. കാരണം ഇതും വലിച്ചുകൊണ്ട് നമുക്ക് കെട്ടി വെച്ച് പോകുന്നത് ഭയങ്കര പാടുള്ള കേസാണ്. പിന്നെ അവിടെ നമുക്ക് പാത്രങ്ങളെല്ലാം വാടക കിട്ടും. പിന്നെ പുതപ്പ് വാടക കിട്ടും. പക്ഷെ നമ്മൾ എന്തായാലും സ്ലീപ്പിംഗ് എല്ലാത്തിനും എക്സ്ട്രാ പൈസ ഉണ്ട്. എല്ലാത്തിനും ഓരോ ഇപ്പം പാത്രങ്ങളായാലും ഇപ്പോൾ ഒരു സ്ലീപ്പിംഗ് ബാഗ് അങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് എക്സ്ട്രാ അവർ പൈസ ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫെസ്റ്റിവൽ അല്ലാത്തതുകൊണ്ട് ഇത് ഇവിടെ ഇപ്പം മറ്റേ കാറ് എടുക്കാൻ പഠിപ്പിക്കുമല്ലോ, വണ്ടി ഡ്രൈവിംഗ് പഠിപ്പിക്കുമല്ലോ ഈ സ്പേസിൽ. നമ്മൾ ഇന്നലെ വന്നപ്പോഴും കണ്ടായിരുന്നു കുറേ ഇങ്ങനെ ഡ്രൈവിംഗ് പഠിക്കണയൊക്കെ. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ എത്ര ദിവസത്തേക്കുള്ള ഫുഡ് നമ്മൾ കൊണ്ടുപോകണേ? നമ്മളിപ്പം നാളത്തേന് ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് പോയി കഴിക്കാനും നാളത്തേനുള്ളതും കൂടെ മാത്രമാണ് കൊണ്ടുപോകും. നാളെ ഒരു വൈകുന്നേരത്തോടെ നമ്മൾ തിരിച്ച് ഈ സ്ഥലത്ത് സ്പോട്ടിൽ തന്നെ നമ്മൾ എത്തും. പിന്നെ ഈ ഒരു വില്ലേജിൻ്റെ ഫുള്ള് വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് പയ്യെ അങ്ങ് തിരക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഞങ്ങളെല്ലാം സെറ്റായിട്ട് വണ്ടി അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ഒരു വിസിലടി കേട്ടു. മലയാളിയാണോ നോക്കിയത്? ഇതേ മലയാളി നിൽക്കുന്നത്. അപ്പം പേര് പറഞ്ഞേ. പേര് ബേസിൽ. നാട്ടിലെവിടെ? കൊച്ചി. നമ്മുടെ തൊട്ടടുത്താണ്. അപ്പം എങ്ങനെയാണ് പരിപാടി? എങ്ങനെയാണ് യാത്ര? എങ്ങനെയാണ് വർക്ക് ചെയ്തോണ്ട്? ഇപ്പൊ എത്ര നാളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? എത്രയായി? ഒരു ചെറിയൊരു വെക്കേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നതാണ് നോർത്ത് ഈസ്റ്റ്. എന്ത് വർക്കാണ് ചെയ്യണേ? ഡിസൈനർ അല്ലേ. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാണ്. ഇപ്പൊ എത്ര സ്റ്റേറ്റ് കവർ ചെയ്ത്? 20 സ്റ്റേറ്റ് ടോട്ടൽ കഴിഞ്ഞു. നാഗാലാൻഡ് എത്തിയിട്ട് എത്ര ദിവസമായി? 1 വീക്ക് അല്ലേ. അപ്പൊ ഇതിനു മുമ്പ് ഏത് സ്റ്റേറ്റ് ആയിരുന്നു? ഇതിനു മുമ്പ് ഞാൻ വന്നത് മണിപ്പൂരിൽ നിന്നായിരുന്നു, ഇമ്പാല്. ഓക്കെ, ഇമ്പാലിൽ നിന്നല്ലേ. സെറ്റപ്പ് ഉണ്ടായില്ല, എന്താ പറയാ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ബോർഡറിൽ പോയില്ല. ബോർഡറിൽ പോയില്ല. അവിടെ ബൈക്ക് റെന്റ് എടുക്കാനൊക്കെ ഭയങ്കര സീനാണ്. അതുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും, പക്ഷെ അവിടുത്തെ ലോക്കൽസ് ആയിട്ട് നല്ല കണക്ഷൻ വേണം. എങ്ങനെയാണ് ട്രാവലിംഗ്? ആണ് ഹിച്ച് ഹൈക്കിംഗ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവം? പൈസ കിട്ടുന്നതനുസരിച്ച്, കാശനുസരിച്ചിരിക്കും. 5 ദിവസം പൊളിക്കും, പിന്നെ മാസാവസാനം ആകുമ്പോഴത്തേക്ക് ഒതുങ്ങും. പൈസ തീരാറാൻ പോകുന്ന സൈഡാവും. അപ്പോൾ ഇനി ഇവിടുന്ന് എങ്ങോട്ടൊക്കെയാണ് പ്ലാൻസ്? ഇനിയിപ്പോ ഇവിടെ പോകണം, തിരിച്ച് ദിമാപൂർ വേണം. ദിമാപൂരായിട്ട് കുറച്ച് അവിടുത്തെ കുറച്ച് പുഴുവും കുറച്ച് കാര്യങ്ങളൊക്കെ. മാർക്കറ്റിൽ കയറുക, കുറച്ച് പട്ടിയിറച്ചി തിന്നുക. ഇനി ഇത് നമ്മളെന്തായാലും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? ഇല്ല, ട്രൈ ചെയ്യണം. തിരിച്ച് ഇവിടുന്ന് ഞങ്ങൾ ഇന്ന് സുക്കോലി പോലെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പരിപാടി നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇല്ല കഴിക്കണേ. ഇന്നലെ പറ്റിയില്ല പോകാനായിട്ട്.
ഓക്കെ, അപ്പോൾ എന്തായാലും വിളിക്കുക. പിന്നെ വേറെ ആളെ മീറ്റ് ചെയ്യേണ്ട. യുവർ നെയിം? Anushree. Oh, you're from? I'm from Chhattisgarh. Okay, so you've been traveling since? In Northeast, it's been 2.5 months. Okay. So yeah, I've covered Sikkim, Manipur, Assam, Meghalaya. You do solo, right? നമ്മൾ സുഖുവാലിയുടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. വഴി ഫുള്ള് ഇതുപോലെ ഓഫ് റോഡാണ്, കല്ല് ഇട്ടേക്കുവാണ്. എന്നിട്ട് വഴി മുഴുവൻ പൊളിഞ്ഞ് കിടക്കുവാണ്. കണ്ടില്ല, അവരുടെ വണ്ടി ബാക്കിൽ കൂടെ കയറി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മേളിൽ കൊണ്ട് ബൈക്ക് പാർക്ക് ചെയ്ത് വെക്കുന്നതിന് ബൈക്ക് ഒന്ന് 50 രൂപ, അതുപോലെ തന്നെ വലിയ വണ്ടിക്ക് 100 രൂപയുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഫുള്ള് വഴി ഓഫ് റോഡാണ്. നാഗാലാൻഡിൽ ഓൾമോസ്റ്റ് എല്ലാ റോഡും ഈ അവസ്ഥ തന്നെയാണ്. ഫ്രണ്ട് പോകുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇനി ഈ വഴി കുറച്ച് മുകളിലോട്ട് വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ പാർക്ക് ചെയ്ത സാധനങ്ങളെല്ലാം എടുത്ത് ഇനി ട്രക്ക് ചെയ്യാൻ പോകണം. അപ്പം ഈ ഒരു വഴി തന്നെയാണ് മുകളിലോട്ട് ഫുള്ള് ഉണ്ടല്ലോ. ഇവിടെ അങ്ങോട്ടൊക്കെ തന്നെ നല്ല വ്യൂസാണ്, ഫുള്ള് കാടാണ്. കാടിൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മളിപ്പോൾ പോകണത്. ശരിക്കും വഴി വൻ മോശമായുണ്ട്. ഞാൻ കാട്ടാളിനെ വെച്ചാൽ കൂടെ കയറി സൈഡിലാണ് നിൽക്കണേ. അപ്പോൾ അമ്മ രണ്ട് ഇവിടെ നിന്നും പിന്നെ ഇവനും കൂടി ബൈക്കൊന്നും നേരെ മുന്നിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. വണ്ടി എങ്ങനെയുണ്ടോ ആവേ? ഇതുണ്ട്, ഇവിടുന്നുള്ള സൈഡ് വ്യൂ ആണ് ഈ ക്യാമറ കൂടെ കാണുന്നത്. ഞങ്ങള് 8 ആളായി ഈ വണ്ടിയിൽ. ഇപ്പൊ ഇവിടെ നല്ല സുഖ. ഓ, വഴി മനസ്സിലാ. എവിടെ കൊണ്ടൊക്കെ വണ്ടി അടി അടിക്കുന്നുണ്ട്. ഒന്നും പുറകെ ഓയിലൊന്നും പറ്റില്ല, അവിടെ വലിയ കുഴപ്പമില്ല, ഒന്നും പൊളിഞ്ഞിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ 7 കിലോമീറ്റർ താഴത്ത് നാം കണ്ട ആ ഒരു ഇവിടുന്ന് ട്രക്ക് ഇതുപോലെ ഓഫ് റോഡാണ്, കട്ട ഓഫ് റോഡാണ്. വണ്ടി ബൈക്കും കൊണ്ട് കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തിന്നിത്തേക്കല് കയറി. അയ്യോ അയ്യോ, തന്നടാ. ഞാൻ സേഫാടാ. നമ്മളിത് വണ്ടിയായിട്ട് മേളിൽ പാർക്കിംഗ് കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഒരു 5-8-9 കിലോമീറ്റർ നമ്മളിപ്പോൾ വന്നക്കൂടെ ഓഫ് റോഡ് അടിച്ച് വന്നേ. അപ്പം നമ്മളിവിടെ ഇന്ന് പോരുന്ന ആൾ ജസ്റ്റ് പരിചയപ്പെടാം. നമ്മുടെ ജൂബിലാൻഡിൻ്റെ ഒരു ഫ്രണ്ടാണ്. ഭയ്യ, how's your name? Meno. So you are from? Kigwema. So what are you doing? Studying, right? Yes. So you are class today, right? Yes. അപ്പോൾ പുള്ളി ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇന്നും നാളെയും ലീവ് എടുത്തല്ലേ, ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ പോകണേ. അപ്പം ഓക്കെ. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാനുള്ള എല്ലാ സാധനം എടുത്തിട്ടുണ്ട്. സ്റ്റൗ എടുത്തിട്ടുണ്ട്, ചിക്കൻ കറി, ഫുഡ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാം സെറ്റാണ്. പാത്രമൊക്കെ എടുത്തില്ലേ? പാത്രം എടുത്തു, വെള്ളം എടുത്തു, എല്ലാം എടുത്തിട്ടുണ്ട്. അതെ, നമ്മളിത് ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എല്ലാവരും വടിയിക്കണ്ടല്ലേ, അമര് കയറിപ്പോയില്ലേ? അപ്പോൾ ഇത് ഇവിടെ ഉള്ളത് ഫ്ലോർ ആൻഡ് ഫോണ ഫൗണ്ടൈൻ അറൗണ്ട് സൂക്ക് വാലി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഈ ഒരു സൂക്ക് വാലി ശരിക്കും നാഗാലാൻഡിൽ അതുപോലെ തന്നെ മണിപ്പൂരിലായിട്ടാണ് സ്ഥിതി ചെയ്യണേ. പിന്നെ ഇവിടെ സൂക്ക് വാലിയിൽ സൂക്ക് ലില്ലി എന്ന് പറഞ്ഞ ലില്ലി ഉണ്ട്. അത് ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും ലോകത്തിലില്ല, ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും നമുക്ക് പയ്യെ ഇവിടുന്ന് ഇനിയും ട്രെക്ക് ചെയ്തേക്കാം. സൂക്ക് വാലിയിലോട്ട് എൻ്റർ ചെയ്യുവാണത്. ഇവിടുന്ന് ഇനി മുകളിലോട്ട് ഫുള്ള് സ്റ്റെപ്പാണ്. അപ്പം നമ്മളിത് വന്നപ്പോൾ തന്നെ ഒരു സംഭവം കണ്ടു. തൃശ്ശൂർ പോരാ എന്താ. അപ്പോൾ ഇവിടെ മലയാളികൾ വന്നിട്ടുണ്ട്, സ്പ്രേ പെയിൻ്റൊക്കെ ആയിട്ട് വന്ന് ഫുള്ളടിച്ച് തൃശ്ശൂർ പോകുന്ന എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് എന്തോ സ്റ്റെപ്പാണെന്ന് നമുക്കറിയില്ല. ഇവിടെ നിന്ന് നല്ല രീതിക്ക് ട്രെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിത് ട്രെക്ക് ചെയ്ത് ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് റേഞ്ച് ഇല്ല, ഇനി അങ്ങോട്ട് പ്ലെയിൻ ഏരിയ ആണ്. ഇനിയിപ്പോൾ അടിപൊളി വ്യൂസും കാര്യങ്ങളുമാണ്. അപ്പം ഇവിടെ ഉള്ളൊരു നൈസ് ഒരു വ്യൂ കാണിച്ചു തരാം. നമുക്ക് ആ താഴേന്ന് കിട്ടിയതിൻ്റെ ഒരു ഇരട്ടി ഹൈറ്റ് എന്നാണ് പറയാം. അതിനേക്കാളും ഹൈറ്റിലാണ് വ്യൂ കിട്ടണേ. അപ്പോൾ ഇത് കണ്ടില്ല, അതൊക്കെ സുഖവാലിയുടെ ഒരു പാർട്ടാണ്. അതൊക്കെ നല്ല നവംബറിൽ ഫുൾ ഫ്ലവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് റേഞ്ച് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇനിയിപ്പം സ്റ്റോറീസ് ഒന്നും തന്നെ അപ്ഡേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇനിയിപ്പോൾ എല്ലാവരും തന്നെ ഇവിടുന്ന് വീട്ടിലോട്ടൊക്കെ വിളിച്ച് സെറ്റാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഉച്ചയ്ക്ക് ബ്രെഡും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള പ്ലാനിലാണ് ഇരിക്കണേ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഓൺ ദ വേ ഫുള്ള് പ്ലെയിൻ ഏരിയ ആണ്. ഇവിടുന്ന് വയ്യ അങ്ങോട്ട് പോവാം. ഇല്ല, അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്കിപ്പം മണിപ്പൂർ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി അങ്ങോട്ട് ആ കാണുന്ന മലയുടെ അപ്പുറത്തോട്ട് മൗണ്ട് ടെമ്പു എന്ന് പറഞ്ഞ ടെമ്പു ആണ്. അതായത് മണിപ്പൂരിൻ്റെ ഭാഗമാണ് അതല്ലേ. അതായത് മണിപ്പൂരിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ ആണ് മൗണ്ട് ടെമ്പു. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കായി. അപ്പം എന്നാ കഴിക്കാന്നായി. അപ്പം എന്നാ കഴിക്കാനുള്ളത്? വൈകുന്നേരത്തിനുള്ള ഉച്ചയ്ക്കുള്ളത് ഞങ്ങൾ രണ്ടിനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഷെബിന്റെ കയ്യിൽ ബ്രെഡും കാര്യം ഇരിപ്പുണ്ട്, ചിക്കനുണ്ട്, ബട്ടറുണ്ട്. അപ്പോൾ നമുക്ക് അതെ മിനോബ്രോ എന്ത് തിന്നാന്ന്. വാട്ട് ഈസ് ബ്രോ? മൗത്ത് ഫ്രഷനർ.
മൗത്ത് ഫ്രഷനോ? ഓക്കെ. എങ്ങനെയുണ്ട്? അപ്പം നമ്മൾ ആ വാലിയുടെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചത് എവിടെയാണ്? എൻ്റെ തൊട്ട് ഇപ്പുറമാണ് ഇന്നത്തെ വാലി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓ, വീട് കണ്ടല്ലോ, ഈ ഫുള്ള് മരങ്ങളാണ്. വേലയൊന്നും ഇല്ല, ഇലയൊന്നും ഇല്ലാണ്ട് ഫുള്ള് ഉണങ്ങിയ കുറേ മരങ്ങളാണ് നിൽക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കണ്ടല്ലോ, ഇവിടുന്ന് ആ ഒരു വാലി ഇങ്ങനെ കിടക്കുവാണ് സ്പ്രെഡായിട്ട്. അതും കൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ മണിപ്പൂരിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് കിടക്കും. പിന്നെ അങ്ങോട്ട് ഇതിനേക്കാളും ബ്യൂട്ടിഫുള്ളാണ്, ഇതിനേക്കാളും ഭംഗിയാണ്. ഇതുണ്ടല്ലേ, ഈ വഴിയൊക്കെ തന്നെ ഇതുപോലെ ചെറിയ വഴികളാണ്. പക്ഷെ നമ്മൾ നേരത്തെ ട്രെക്ക് ചെയ്ത പോലെ അത്രയ്ക്ക് ഹാർഡ് ക്ലൈംബ് അല്ല. ഫുള്ള് പ്ലെയിൻ ഏരിയ ആയതുകൊണ്ട് നടന്നങ്ങ് പോയാൽ മതി, കൂളായിട്ട് നടന്നു പോകാം. ഇല്ല, ഫുള്ള് ഇല്ലിയും കാര്യങ്ങളാണ്. നടുക്കോടെ ഒരാൾക്ക് പോകാനുള്ള സ്പേസാണ് ഇട്ടേക്കുന്നത്, കൃത്യം ഒരിടവഴി. അപ്പോൾ നമുക്ക് അവിടെ ചെന്നൊരു ഡോർമെറ്ററി കിട്ടുമെന്ന് ഡൗട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഭയങ്കര ക്രൗഡാണെന്നാണ് പറയണേ. അപ്പം ഇതുണ്ടല്ലേ, ഫുള്ള് മരങ്ങളാണ്, ഫുള്ള് ഉണങ്ങിയ മരങ്ങളാണ്. ഇവിടെ ഇച്ചിരിയുടെ പച്ചപ്പ് കൂടെ ഉണ്ടായിരുന്നുണ്ടല്ലോ, പൊളിയാണ്. പച്ചപ്പല്ല, ആ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നെന്ന് ഓർത്ത് നോക്കി. നമ്മൾ ഐ എന്ന് പറഞ്ഞ പടത്തിനകത്ത് പാട്ട് ആണെന്ന പോലെ തന്നെ സെയിം ഫീൽ അല്ലേ. ഇതെവിടെയൊക്കെയാണ് വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഇപ്പോൾ ഉണ്ടല്ലേ. ഇടയ്ക്കിടയ്ക്ക് നമുക്കവിടെ കാണാൻ ചെറിയ ചെറിയ മറ്റേ നമ്മുടെ ചെറിയൊരു വൈറ്റ് ഉള്ള എന്തോ സംഭവം കാണാൻ ഒരു പൂ കാണാൻ പറ്റും. നമ്മുടെ ബ്രോ കയറിപ്പോയി. അവൻ ബ്രോഡ് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം പറഞ്ഞു. കാരണം പുള്ളി 80 തവണ സുക്കു വാലി ട്രക്ക് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. 80 തവണ. അപ്പോൾ നോർത്തേക്ക് നമ്മളിപ്പോൾ ഒരു തവണ വന്നുള്ളൂ. പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി കുറേ സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ട് കുറേ പൂക്കൾ പറിക്കണു. പിന്നെ മരത്തിൽ നിന്ന് എന്താ സാധനമൊക്കെ പറിച്ച് പുള്ളി ബാഗിലേക്കൊക്കെ പോകുന്നു. ഇവിടെ ഓരോ സ്പോട്ടിൽ എന്തൊക്കെയുള്ളതെന്ന് പുള്ളിക്ക് കൃത്യം അറിയാം കേട്ടോ അല്ലേ. പുള്ളി നമുക്ക് കുറേ സാധനങ്ങളൊക്കെ പറിച്ചു തന്നു. അതെ, ഇത് ഇപ്പം കുറച്ച് മൗത്ത് ഫ്രഷ്നർ കുറച്ച് തന്നില്ലേ. അതുപോലെ പുള്ളിക്ക് ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റുകളും എന്നാന്നൊക്കെ അറിയാം. ഏത് മരം കാണിച്ചാലും പുള്ളി നോക്കിയിട്ട് കൃത്യം പറയും കേട്ടോ എന്ത് മരമാണെന്ന്. ഇതുണ്ടല്ലോ, ഇതുപോലത്തെ ഫുള്ള് ഇല്ലിത്തുറുവിൻ്റെ ഇടയ്ക്കോടെയാണ് പോണേ അല്ലേ. സെറ്റാണ്, കൃത്യം ഒരാൾക്ക് നടക്കാനുള്ള സ്പേസിൽ. ഇവിടെ ഫുള്ള് നേരത്തെ ഇതായിരുന്നല്ലേ, വെട്ടി തെളിച്ചേക്കണവര്. അപ്പം നമുക്ക് ഇവിടുന്ന് പയ്യെ നമ്മളിന്ന് നിൽക്കാവുന്ന ഡോർമെട്രിയും കാര്യങ്ങളൊക്കെ അവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് എത്താറായി ഏകദേശം. പിന്നെ പയ്യെ ഇരുട്ടി കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറ്റുമെങ്കിൽ നമ്മൾ ഡോർമെട്രി അകത്തായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് അവർ പുറത്ത് അടിക്കാനായിട്ട് സെപ്പറേറ്റ് ടെൻ്റ് വരുമെന്നാണ് കേട്ടെ. പാത്രങ്ങൾ പോലെ തന്നെ റെൻറ്റിന് എടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഓരോരോ ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ വേറെ റെഡ് കളർ റോഡോഡെൻഡ്രൻ എന്ന് പറഞ്ഞൊരു ഫ്ലവറാണ്, കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഈ ഒരു റെഡ് കളർ ഫ്ലവർ ഉണ്ടല്ലേ. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ആ ഒരു വാലിയുടെ താഴത്തോടെ ഒന്ന് ചെറിയൊരു വെള്ളത്തിൻ്റെ സൗണ്ടും പിന്നെ കാറ്റിൻ്റെ സൗണ്ടും മാത്രമേ ഉള്ളൂ. വേറെ ഒരു സൗണ്ടില്ല, പക്ക സൈലൻറ്റ്. എന്താണ്, ചെറിയ ചെറിയ പക്ഷികൾ ഒച്ചെടുക്കുന്ന സൗണ്ടുകൾ, പിന്നെ കാറ്റിൻ്റെ സൗണ്ട്. അതുപോലെ ഈ പുല്ലൊക്കെ കാറ്റ് വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ രണ്ടും കൂടി കൂട്ടി വിട്ടുന്നൊരു സൗണ്ടില്ലേ, ആ ഒരു സൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. ഭയങ്കര പീസ്ഫുള്ളാണ് ഈ ഒരു സ്ഥലം. പിന്നെ അസാമാന്യ വ്യൂവും ഭയങ്കര ഭംഗിയും പച്ചപ്പും. രാവിലത്തെ വ്യൂ ഒക്കെ നമുക്ക് നാളെ രാവിലെ കാണാൻ പറ്റുമായിരിക്കും. ഒരു രക്ഷയില്ലായിരിക്കും. ഫുള്ള് എന്താണ്, പീസ്ഫുൾ.